ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ് ബി കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. 3 ഫ്ലേവറിലുള്ള സ്പോഞ്ച് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇവ മൂന്നും 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ പതഞ്ഞ് പൊന്തി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്ലോവിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സ്പാനിഷ് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് സ്പാച്ചില വെച്ചിട്ട് കട്ട് ഓഫ് ഹോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ മോഡാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഗ്രീസ് ചെയ്ത് A4 ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പാത്രം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മോൾഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കാം. 1/4 കപ്പ് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇനി ഇത് ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള സ്പേസിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ഓഫ് ഹോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊരു 7 ഇഞ്ച് മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്ത് A4 ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കേക്കിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ട്യൂബിക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി വാനില സ്പോഞ്ച് തയ്യാറാക്കാം. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇവ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം.
അങ്ങനെ ഇത് ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ഓഫ് ഹോൾഡ് രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി 5 മിനിറ്റ് പാത്രം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കേക്കും ഇവിടെ പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ 3 കേക്കും 2 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് വാനില സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. പിന്നെ തേർഡ് ലെയർ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ മുകളിൽ നന്നായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെയിം സ്റ്റെപ്പ് പോലെ ലെയേഴ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഗണാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുവരെ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മൈക്രോ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. 1/2 കപ്പ് ചോക്ലേറ്റും 1/4 ടീസ്പൂൺ ബട്ടറും 1/4 കപ്പ് ഫ്രഷ് ക്രീമും. എന്നിട്ട് ഇത് മൈക്രോ ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ഗണാഷ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റെഡ് ഗണാഷ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് റെഡ് സ്പാനിഷ് കളർ 2 ഡ്രോപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഗണാഷ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നോസിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ റെഡ് ബീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.